നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ടുകൾ ചോരുമോ എന്നുള്ള ആശങ്കയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. പ്രചരണ രംഗത്ത് വൻ മുന്നേറ്റമാണ് ലീഗ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം സ്വരാജിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനെ പറ്റിയും നല്ല വ്യക്തമായ അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് സ്വരാജ്. ആരെയും അധിക്ഷേപിക്കാറില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിലമ്പൂരുകാർക്കിടയിൽ പ്രിയപ്പെട്ടവനായി മാറിയിരിക്കുക തന്നെയാണ് സ്വരാജ്. ഭൂരിപക്ഷം എത്ര ലഭിക്കും എന്നത് മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് CPM-ന്റെ സ്റ്റാൻഡ് തന്നെ. സ്വരാജ് രാഷ്ട്രീയക്കാരൻ എന്നത് മാത്രമല്ല, ഒരു എഴുത്തുകാരൻ കൂടിയാണ് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. പുസ്തകം വായിക്കാൻ ആഗ്രഹമുള്ളവർ മാതൃകയാക്കേണ്ട ആളാണ് നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥി എം സ്വരാജ്. അത്രമാത്രം തീവ്രമാണ് അദ്ദേഹത്തിന് പുസ്തകങ്ങളോടുള്ള പ്രിയം. ആ പ്രിയം തന്നെയാണ് വീട്ടിൽ സ്വന്തമായി ഒരു ലൈബ്രറി തുടങ്ങാൻ അദ്ദേഹത്തിന് പ്രചോദനമായത്. പുസ്തകം വായിക്കുക മാത്രമല്ല, അവയെക്കുറിച്ച് മനോഹരമായി സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് എം സ്വരാജ് എന്ന് സാഹിത്യകാരൻ M മുകുന്ദൻ എടുത്തു പറയുകയാണ്. വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർ എം സ്വരാജിനെ കാണണം. രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം ഗൗരവമേറെ വായനയുമുണ്ട് സ്വരാജിന്. നോവലും കഥയും മാത്രമല്ല, വ്യത്യസ്ത വിഷയങ്ങളുള്ള ആഴത്തിലുള്ള വായനയും എം സ്വരാജിനെ വ്യത്യസ്തനാക്കുന്നുവെന്നും M മുകുന്ദൻ എടുത്തു പറയുകയാണ്. കേരളം ഇന്ന് ഏറ്റവും ശ്രദ്ധയോടെ കേൾക്കുന്ന വാഗ്മിയും ചിന്തകനും എഴുത്തുകാരനുമാണ് എം സ്വരാജ്. പൂക്കളുടെ പുസ്തകം, മരണം കാത്ത ദൈവങ്ങൾ, ക്യൂബ ജീവിക്കുന്നു എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. ഓരോ പൂവിലും ദൃശ്യഭംഗിക്കപ്പുറം ഒളിഞ്ഞിരിക്കുന്ന ചരിത്രവും ഓരോ നാടിന്റെയും ചരിത്ര സംഭവങ്ങളുമായി ആ പൂക്കൾക്കും മരത്തിനുമുള്ള ബന്ധങ്ങളെയും ഹൃദ്യവും വശ്യവുമായ ആഖ്യാനം കൊണ്ട് പുസ്തകം അടയാളപ്പെടുത്തുന്നുണ്ട്. സഫലമാകാത്ത സ്വപ്നത്തിന്റെ പുഷ്പം എന്ന ആദ്യ ഭാഗത്ത് 92-ൽ ഹൈസ്കൂൾ പഠനകാലത്ത് ഒരു ആഴ്ചപ്പതിപ്പിന്റെ കവർ ചിത്രമായി അടിച്ചു വന്ന മേന്തോന്നി തമിഴ്നാട്ടിലെ കാർത്തികപ്പൂവിനെ അന്വേഷിച്ചിറങ്ങുന്നത് അതിന്റെ വരവും പടരലും തമിഴ് സ്വതന്ത്ര രാഷ്ട്രീയത്തിന്റെ ദേശീയ പുഷ്പമായി മാറുന്നതിലുമെല്ലാം വായനയുടെയും എഴുത്തിന്റെയും പുതിയ തലങ്ങൾ സമ്മാനിക്കുന്നത് തന്നെയാണ്.